ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വലിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വേവിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെയാണ് കേട്ടോ ഞാനിത് വേവിച്ചെടുക്കുന്നത്. ബീഫിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങി നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് അടച്ചു വെച്ച് ഒരു 3 സിറ്റിയൊക്കെ അടിക്കുന്നിടം വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ ബീഫ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്, അതുപോലെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി എടുക്കാം. ഇതുപോലെ നീളത്തിലുള്ള പീസുകളാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ ചെറിയ പീസുകളാക്കി നീളത്തിൽ, നമ്മുടെ ഒരു വിരലിൻ്റെ നീളത്തിൽ ഇതുപോലെ പീസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടി മസാലകൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, എരിവൊന്നും കാണില്ല. അപ്പോൾ അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് കോൺഫ്ലവർ കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 മുട്ടയും കൂടെ നമുക്കിതിൽ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ എല്ലാ മസാലയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇതിൽ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മസാല എല്ലായിടവും പറ്റത്തക്ക രീതിയിൽ കൈവച്ച് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു 4 പച്ചമുളക് കീറിയത് നമുക്കിതിനകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും ഒക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിരുന്ന ബീഫ് ഇതിൽ ഈ എണ്ണയിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. അതുപോലെ ബാക്കിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും അതുപോലെ പച്ചമുളക് നമുക്കിതിൻ്റെ മേൽഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചില്ലി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.